അപ്പോൾ സ്കൂളിൽ പോകുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർ വരുന്നതിന് മുമ്പ് ചായയുടെ കടി എന്തുണ്ടാക്കും എന്നുള്ളതായിരിക്കും മിക്കവരുടെയും ടെൻഷൻ. കാരണം വൈകിട്ടത്തെ ചായയുടെ കടി ഒപ്പിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. അതും ചെറിയ മക്കളൊക്കെ ഉള്ള വീടാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. കാരണം എന്തെങ്കിലും ചായയുടെ കടിയൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കലും പരമാവധി നമ്മൾ ഒഴിവാക്കിയേക്കുവാണ്. പിന്നെ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണത് ഇപ്പോൾ കൂടുതലും കുറച്ചേക്കണതുകൊണ്ട് എന്ത് കൊടുക്കും എന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ പിന്നെ അന്ന് പഴം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ പഴം പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മിക്കപ്പോഴും മാവോ കാര്യങ്ങളൊന്നും എടുക്കാതെ വെറുതെ ചുമ്മാ പൊരിച്ചു കൊടുക്കും, നെയ്യിൽ വാട്ടി അങ്ങനെയൊക്കെയാണ് കൊടുക്കണത്. അപ്പോൾ ഇന്നിപ്പം പഴംപൊരിയായിട്ട്, അതായത് ബോളിയായിട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാര്യം എണ്ണ പൊരിക്കണതാണെങ്കിലും നമ്മുടെ വീട്ടിലെ എണ്ണയാലോ, കടകളിലെ പോലെ കുറേ തവണ റിപ്പീറ്റ് ചെയ്ത് ഒരേ എണ്ണ തന്നെ പൊരിക്കണതാവില്ലല്ലോ. എന്നാലും ഒരു 2 തവണ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 3 തവണയൊക്കെ ഞാനും പൊരിക്കും കേട്ടോ. കാരണം ഒരു തവണയൊക്കെ എടുത്തിട്ട് കളയാൻ തോന്നില്ല. കാരണം പഴംപൊരി എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം എണ്ണയിൽ മുങ്ങി പൊരിയേണ്ട സംഭവമായിരിക്കും. അപ്പോൾ അത്യാവശ്യം എണ്ണ നമ്മൾ ഒരു പ്രാവശ്യം തന്നെ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് അങ്ങനെ തന്നെ കളയാൻ തോന്നില്ല. അപ്പോൾ 2 അല്ലെങ്കിൽ 3 തവണ, അതിൽ കൂടുതലൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. അത്രയും എടുത്തിട്ടാണ് കളയുന്നത്. കാര്യം ഒരു തവണ കൂടുതൽ ഉപയോഗിക്കാനേ കൊള്ളില്ല എന്നൊക്കെ പറയണേ കേൾക്കാം. അപ്പം എണ്ണ ബാലൻസ് ഇരുന്നാലും പെട്ടെന്ന് തന്നെ നമ്മൾ പഴം പൊരിക്കണില്ലെങ്കിൽ പോലും പപ്പടം പൊരിക്കാനോ അങ്ങനെയൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. പിന്നെ പഴം പൊരിച്ച എണ്ണയൊന്നും മീൻ പൊരിക്കാനോ അങ്ങനെയൊന്നും എടുക്കാറില്ല കേട്ടോ. പപ്പടം പൊരിക്കണതിന് പ്രശ്നമില്ല. അപ്പോൾ എങ്ങനെയായാലും 2-3 തവണ മാക്സിമം ഉപയോഗിച്ചിട്ട് ആണ് കേട്ടോ ഞാൻ കളയാറ്. അപ്പോൾ ഈ കാര്യത്തിൽ നിങ്ങളൊക്കെ എങ്ങനെയാണെന്നൊന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഈ എണ്ണ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഒറ്റ തവണ ഉപയോഗിച്ചിട്ട് കളയാണോ അതോ എത്ര തവണ ഉപയോഗിക്കുന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. വെറുതെ ഒന്ന് കണ്ടിരിക്കാമല്ലോ. പിന്നെ കാര്യം സ്കൂൾ വിട്ട് വരുമ്പോൾ എന്തായാലും പിള്ളേർക്ക് ചോറോ അല്ലെങ്കിൽ രാവിലത്തെ ചായയുടെ കടി ബാലൻസ് ഇരിപ്പുണ്ടെങ്കിൽ അതാണ് ഞാൻ കൊടുക്കാറ്. പിന്നെ അത് കൊടുത്താലും അത് കഴിഞ്ഞ് കുറേ സമയം കഴിയുമ്പോൾ പിള്ളേരല്ലേ വിശക്കും, ചായയുടെ കടിയായിട്ട് എന്താ ഉള്ളതെന്ന് പറഞ്ഞ് ചോദിക്കൽ തുടങ്ങും. അപ്പോൾ ആ സമയത്ത് കൊടുക്കാനാണ് നമ്മൾ ഈ ഒപ്പിക്കണത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക കേട്ടോ. കാരണം നമ്മുടെ വീഡിയോസിന് വ്യൂസൊക്കെ വരുന്നുണ്ടെങ്കിലും ലൈക്സൊക്കെ വളരെ കുറവാണ്. ലൈക്ക് കിട്ടിയാലാണ് നമ്മുടെ വീഡിയോസിനെ യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്യാം. അങ്ങനെ ബോളി ഉണ്ടാക്കലും കാപ്പിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത്. അങ്ങനെ കാപ്പിയൊക്കെ ഉണ്ടാക്കി ചായയോടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ മമ്മൂനെ കുറേ പഠിപ്പിക്കാനുണ്ടായിരുന്നു. കാരണം അവൻ സ്കൂളിൽ വന്നിട്ട് ഒരാഴ്ച പോയിട്ടേ ഉണ്ടായില്ല വയറുവേദനയായിട്ട്. അപ്പോൾ കുറേ പോർഷൻ ഞാൻ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ച് വാങ്ങിച്ച് കുറേ കവർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മൊത്തത്തിലൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുറച്ചിരിക്കുമ്പോൾ തന്നെ അവർ മടുക്കുമല്ലോ. അങ്ങനെ കുറച്ചൊക്കെ പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു ഡ്രീം കേക്ക് റെഡിയാക്കാനുണ്ടായിരുന്നു. അതും റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേർക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ മീനൊക്കെ പൊരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവർ പഠിത്തമെല്ലാം കഴിഞ്ഞ് അവിടെ ഇരുന്ന് എന്തൊക്കെയോ കാർഡുകളൊക്കെ നിരത്തി വെച്ച് കളിക്കണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഒന്ന് തട്ടി വിടുമ്പോഴത്തേക്കും മൊത്തം ഇങ്ങനെ മറിഞ്ഞ് നടന്ന് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെയും കാണാൻ വേണ്ടി അവിടെ വിളിച്ച് നിർത്തി. അപ്പോൾ എന്തായാലും കാണില്ലെന്ന് വിചാരിച്ച് ഞാനും വീഡിയോ ഓണാക്കി വെച്ചുകൊണ്ടിരുന്നു.